5317. അതാണ് വയനാട്ടിൽ പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ലീഡ്. 5317. 130 ആയിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ ലീഡ്. പാലക്കാട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പാലക്കാട് EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. ചേലക്കരയിൽ EVM വോട്ടെണ്ണൽ തുടരുകയാണ്, ഒന്നാം റൗണ്ട് തുടരുകയാണ്. അല്പസമയത്തിനകം ഈ പറഞ്ഞ ഒന്നാം റൗണ്ട് വരവൂരിൻ്റെ വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ചേലക്കരയിൽ വരികയും ചെയ്യും. 1771 എന്ന സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ ചേലക്കരയിൽ കാണുന്നത് വരവൂർ പഞ്ചായത്തിലെ ആദ്യ റൗണ്ടിലെ ചില ബൂത്തുകളുടെ ലീഡും അതുപോലെ തന്നെ തപാൽ വോട്ടിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങളും കൂടി ചേർത്തുള്ള ആകെ ലീഡാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരം അല്പസമയത്തിനകം കിട്ടും എന്നുള്ളതാണ് ചേലക്കരയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റിയോടെ പറയാവുന്നത്. പാലക്കാടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തപാൽ വോട്ടുകളുടെ വിവരങ്ങൾ മാത്രമാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. 130 എന്നുള്ളത് 9318, 10,000-ലേക്ക് കടക്കുകയാണ് വയനാട്ടിൽ. അതെ, പ്രിയങ്കയുടെ ലീഡ്. പ്രിയങ്ക 11,216 ഇപ്പോഴത്തെ ലീഡ്. പ്രിയങ്കയുടെ ലീഡ് വയനാട്ടിൽ 130 കൃഷ്ണകുമാറിന്റെ ലീഡ്. പാലക്കാട് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും 1771 വോട്ടുകൾക്കാണ് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത്. പാലക്കാട് EVM വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും ആദ്യം എണ്ണാൻ പോകുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ സ്വാഭാവികമായും എനിക്ക് തോന്നുന്നു അത് BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരിടം കൂടിയാണ് മുനിസിപ്പാലിറ്റി എണ്ണുമ്പോൾ. കാരണം അവർക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മേഖല കൂടി. ജോഷ്ല കൂടി ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന്. ജോഷ്ല, 11,216 ലീഡ് ഉയർത്തിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഈ ഘട്ടത്തിൽ വയനാട്ടിൽ. തീർച്ചയായും മനു, 11,000-ന് മേലെ ലീഡ് ഉയർന്നിരിക്കുന്നു. എന്നാൽ പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഒരു ജയം പ്രശ്നമില്ലാതെ നിലനിൽക്കുകയാണ്. ശ്രദ്ധിക്കൂ, 16,812 ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അതെ, 16,000. അതും മുന്നോട്ട് പോകുന്നു. കണക്കുകൾ കുറെ കൂടി ഫാസ്റ്റായി വയനാടിന്റെ കാര്യത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. പാലക്കാട്ട് ലീഡ് കൂട്ടുകയാണ്. ജോഷ്ല ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ഏതാണ്ട് 20,000 കടന്ന് മുന്നോട്ട് പോവുകയാണ്. അനൗദ്യോഗിക വിവരങ്ങൾ പ്രകാരം വയനാട്ടിൽ 16,000 എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള വിവരം. പക്ഷേ 20,000-വും കടന്ന ആ ലീഡ് മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു പാലക്കാടിന്റെ വിവരം അങ്ങനെയാണ്. മറ്റൊന്ന് പാലക്കാടിന്റെ കാര്യത്തിൽ 161-ലേക്ക് മെല്ലെയാണ് എണ്ണൽ പോകുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ടാകാം. അതിന്റെ ഫലം നമുക്ക് കിട്ടാത്തതാണ്. സ്വാഭാവികമായി എണ്ണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1 മുതൽ 104 വരെയുള്ള ബൂത്തുകൾ മുനിസിപ്പാലിറ്റിയിലെയാണ് എണ്ണുന്നത്. സച്ചിൻ ഉണ്ടോ? റൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയനാട് ലീഡ് ക്രമാനുഗതമായി പ്രിയങ്കയ്ക്ക് ഉയരുന്നുണ്ട് എന്നുള്ള വിവരമാണ് എൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. 22,000-ലേക്ക് എത്തിയിരിക്കുന്നു. വയനാട്ടിൽ ശ്രദ്ധിക്കുക, പ്രിയങ്കയുടെ ലീഡ് 22,000-ലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. 17,324 നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. 20,000 കടന്ന് 22,000 എന്ന നിലയിലേക്ക് പ്രിയങ്ക സ്വാഭാവികമാണ് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട്